ഞാൻ വളരെ അത്യാവശ്യമായിട്ട് കോടികൾ വില മതിക്കുന്ന ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുമ്പോഴാ ആ കുട്ടി വിളിച്ചത്. ഞാൻ വന്നില്ലെങ്കിൽ എന്നെ മൂക്കി കയറ്റുന്നായിരുന്നു ഭീഷണി. പക്ഷേ അങ്ങനെ ഭീഷണിയിൽ വഴങ്ങുന്നവനല്ല ഞാൻ. കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ എത്തി 1 മണിക്കൂറായിട്ടും ആരും റെഡി ആയിട്ട് വന്നിട്ടില്ല. ആ കുട്ടി ഒരു കള്ളിയാണ് അങ്ങളെ. താനിത് ഏത് കുട്ടിയെ കുറിച്ചാ പറയുന്നേ? സത്യപ്രതാപന്റെ മോള് ചൈത്രയെ കുറിച്ചാണോ? അല്ല, അയ്യോ, അവളുടെ മുമ്പിൽ ചൈത്ര വെറും പാവം. ഓ, എന്നാ പിന്നെ സത്യപ്രതാപന്റെ പെങ്ങള് ദിവ്യപ്രഭയെ കുറിച്ചായിരിക്കും. അത് കുട്ടിയല്ലല്ലോ, പാട്ടിയല്ലേ? ആ, അതും ശരിയാ. പിന്നെ ഇവിടെ ഏത് കുട്ടി? തുറന്നു പറയുന്നോണ്ടൊന്നും തോന്നല്ലേ അങ്ങളെ. അങ്കിളുടെ മൂത്ത മോള് മഹാമോടയാ. അവളാ എന്റെയും പ്രശ്നം. ആ കുട്ടി എന്താ അങ്കിളെ അങ്കിളിനെ പോലെ ഡീസന്റ് അല്ലാത്തത്? കഥയൊന്നും പറയാൻ ഒരു മൂഡില്ല ഇനിയാ എനിക്ക്. പാവം, മൂത്ത മകള് കാരണം വേദനിക്കുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം. അങ്കിള് പറഞ്ഞ പോലെ ചെന്നാൽ ഉടനെ തന്നെ ഞാൻ ബയോഡേറ്റ അയച്ചുതരാം. പക്ഷേ ഇനിയിപ്പോ കീർത്തിയും വീട്ടിലില്ലാത്തോണ്ട് എനിക്കെന്റെ അമ്മയെ തനിച്ചാക്കി വേറെ എങ്ങും ചെന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. എന്റെ കൂടെ ഗോപേട്ടൻ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാ ഞാൻ തനിച്ചാവുന്നേ? നിങ്ങളെ രണ്ടുപേരെയും തനിച്ചാക്കാൻ പറ്റില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ സർക്കാർ ജോലി കിട്ടിയാലും നീ പോവില്ലേ? ഇതൊന്നും ഓർത്ത് രണ്ടുപേരും ടെൻഷൻ അടിക്കണ്ട. അച്ഛനെയും അമ്മയും ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്ന അവസ്ഥയില് ശില്പമോൾ എത്തിയാലോ? ഒക്കെ നടക്കും പ്രിയേ. മിഥുനേട്ടാ, അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ മുന്നിൽ വെച്ച് എന്നോട് നന്നായിട്ട് പെരുമാറണം. അവരോടും. അത് ഞാൻ ഏറ്റു. വാ. ചടങ്ങനുസരിച്ച് ഇനി നിങ്ങൾ അങ്ങോട്ട് വരണം. ഉറപ്പായിട്ടും വരും. നിങ്ങളെ ഒന്ന് സ്നേഹിച്ചെനിക്ക് മതിയായിട്ടില്ല അമ്മേ. കീർത്തിയുടെ അമ്മ ഇനി മുതൽ എന്റെ അമ്മയാ. ഇവിടെ മമ്മി, അവിടെ രാമപുരത്തെ എന്റെ അമ്മ. അല്ല, ഇനി അധികം വൈകാതെ അവരിറങ്ങിക്കോട്ടെ മിഥുനേട്ടാ. ഒരുപാട് ദൂരം പോവാനുള്ളതല്ലേ. ആയിക്കോട്ടെ മോളെ, വാ. എന്റെ ചക്കരല്ലേ ഏട്ടന്റെ മോള് വന്നേ. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോളൂ. മോളെ ദിവ്യപ്രഭയെ ഏൽപ്പിച്ചിട്ടാ പോകുന്നു. വേണ്ടതൊക്കെ പറഞ്ഞുകൊടുത്ത് ഇവളെ കുടുംബത്തിന് ചേരുന്ന മരുമകളാക്കി മാറ്റേണ്ടത് ദിവ്യപ്രഭയാ. പോയിട്ട് വരാം മോളെ. പോയാ മതി, വരണ്ട. പ്രിയ ശില്പി, ഇറങ്ങാൻ നോക്ക്. വെറുതെ നെഗറ്റീവ് എനർജി മാത്രം പുറത്തു വിടുന്നവരോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇറങ്ങിക്കോളൂ. മമ്മി, ഞാനും കൂടെ പോയിന്ന് യാത്രയാക്കിയിട്ട്. ടൂ ലേറ്റ്. ഇവരെന്തീ കാണിക്കുന്നത്? ബുദ്ധിമുട്ടുണ്ടായാലും എന്നെ അറിയിക്കണം.
ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് വാക്ക് തന്നത് ഞാനാ, അല്ലേ മിഥുൻ? ആ അതെ അതെ, അങ്കിള് വാക്ക് പറഞ്ഞ വാക്കാ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ച പോലെ നടക്കും പ്രിയേ. അപ്പോ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ 3 പേരും ഇവിടെ നിന്ന് പിരിയുന്നത്. സത്യനെ വിശ്വസിച്ചപ്പോഴൊക്കെ എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെയാവുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം.